See, train വരുന്നുണ്ട്. Oh my god, see. ഇതുണ്ട് ഒരു ആന്റി ഇവിടുന്ന് പാത്രം കഴുകുന്ന സമയത്ത്. ആൾക്കാർക്ക് എങ്ങനെ ഇത്ര അഡ്വഞ്ചറസ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം ഇത് വല്ലപ്പോഴും അല്ലല്ലോ, ഇവരെ ഒരു ഡെയിലി ലൈഫ് ഇങ്ങനെയല്ലേ. സോ ഞാൻ ഈ ട്രെയിനിന്റെ പുറകെ അങ്ങോട്ട് പോവാൻ കേട്ടോ. ഹായ് ബേട്ടാ, ഹൗ യു? ഹൗ യു? कैसे हो? आपका नाम क्या है? ഹൽത്തിപ്പൂർ. ആ വേണ്ട, ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ട്. വേണ്ട, ഒരു കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ടോ? വേണ്ട, ഇതൊക്കെ വീടുകളാണ്. ഓ എൻ്റെ അമ്മ, ഇതൊക്കെ എന്തൊരു ലൈഫാണ്. ആക്ച്വലി എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന്. കാരണം നമ്മളിത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അതേപോലെ ഇവർ ഹായ് दीदी, आपका नाम क्या है दीदी? मेरा नाम पद्मा. Padma. Are you staying this house? How many years? എന്തെങ്കിലും बड़ा दीदी है. हाँ. ए बड़ा दीदी आपका नाम क्या है? ഹസീന. സോ ആർ യു മുസ്ലിം കമ്മ്യൂണിറ്റി? ഓ ജി. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ആക്ച്വലി നമുക്ക് ഇവരെയൊക്കെ ഇങ്ങനെ കിട്ടിയത്. ബിക്കോസ് സൺഡേ ഈസ് ഹോളിഡേ ഫോർ ദം. അപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ട്, എന്താണ് ഇവരുടെ ജോബ് എന്നുള്ളതല്ലേ. അവർ എന്ത് ജോബും ചെയ്യും. കാരണം ജീവിക്കാനുള്ള എന്ത് പണി കിട്ടുന്നോ അത് ചെയ്യും. അവർ വേസ്റ്റ് പറക്കാൻ പോകും, അതേപോലെ ഷോപ്പിൽ പോകും, പിന്നെ ദൂക്കാലിന് പോയിട്ട്, അതായത് മാർക്കറ്റിൽ പോയിട്ട് എന്തൊക്കെയോ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അവരെല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചു ഇവരൊന്നും സ്കൂളിലൊന്നും പോവില്ലായിരിക്കുന്നതാണ്. ബട്ട് ഓൾ ആർ ഗോയിങ് സ്കൂൾ. ഏറ്റവും വലിയ നോട്ടീസബിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി കാണുമെന്ന് എനിക്കൊന്ന് ഗസ് ചെയ്യാമോ? ക്യാൻ യു? മോർ ദാൻ 30 years. എൻ്റെ അമ്മ, ഇങ്ങനത്തെ ഒരു കുടിലിൽ 10-30 വർഷങ്ങളായിട്ട് ഒരു കമ്മ്യൂണിറ്റി പോലെ, അതായത് ഐ തിങ്ക് ലൈക്ക് എ ഷാൻഡി ടൗൺ. കാരണം ഇവർക്ക് ഇവിടെ ഇലക്ട്രിസിറ്റിയും വാട്ടർ ഫെസിലിറ്റി ഒക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കൊൽക്കത്തയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ലം ഏരിയാസ് ഉണ്ട് കേട്ടോ. കാരണം ഇവരൊരു കമ്മ്യൂണിറ്റി പോലെ, ഒരു ഷാൻഡി ടൗൺ പോലെ താമസിക്കുന്ന ഒരുപാട് ഏരിയാസ് കൊൽക്കത്തയിലുണ്ട്. ഹായ്, യു കുക്കിംഗ്? വാട്ട് യു ആർ കുക്കിംഗ്? ഏ ക്യാ ഹേ? हाँ, potal alus. हाँ, potal aloo means actually I didn't get, maybe pavika or potato or something like that. Potato नहीं है. അതുപോലെ ഈ സ്ലംസ് എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് എപ്പോഴും സ്ലംസ് എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇവരൊരു ലൈഫ് കണ്ടിട്ട് അങ്ങനെയുള്ളത് വേറെ എന്താണ് പറയുന്നത്. ഇവർ കൂടുതലായിട്ട് കാണുന്നത് ഇത് റെയിൽവേ ട്രാക്സിൻ്റെ, അതായത് ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ലൈഫാണ്. ഓൾറെഡി ഇവർ ഈ ഒരു സ്റ്റേ എന്നൊക്കെ പറയുന്നത് ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. കാരണം എപ്പോഴും ഇതിലെ കൂടി ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഏറ്റവും കൂടുതൽ ഇങ്ങനെ റെയിൽവേ ട്രാക്കിൻ്റെ 2 സൈഡിൽ, പിന്നെ അതേപോലെ കുറേ വേക്കൻ പ്ലോട്ട്സ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ സെറ്റിലാവും. അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഫാക്ടറീസിൻ്റെയൊക്കെ സൈഡിലോ അല്ലെങ്കിൽ അകത്തോ എവിടെയാണെന്ന് വെച്ചാൽ അവർ, അതായത് അവർക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് എവിടെ നിൽക്കാൻ പറ്റുന്നോ അവർ അവിടെ സെറ്റിലാവും. ദാറ്റ് ഈസ് സ്ലം ലൈഫ് ആക്ച്വലി ഇൻ കൊൽക്കത്ത. നമ്മൾ കൊൽക്കത്തയുടെ ഒരു പല പോർഷൻസിലേക്ക് പോകുമ്പോഴും ഈ ഒരു സ്ലം ലൈഫിൻ്റെ ഒരു വെറൈറ്റീസ് എങ്ങനെയാണ് അവരുടെ ലൈഫ് എന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എനിവേ ഹിയർ ഐ ആം വെയിറ്റിംഗ് ഫോർ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്, ഇങ്ങോട്ട് ചേർന്നിരിക്കണം, ഇങ്ങനെ ചേർന്നിരിക്കണം, അങ്ങോട്ട് പോകരുത്,
The train is coming. Train is coming. എൻ്റെ അമ്മേ. This is what kind of an experience. ഒന്നങ്ങോട്ട് ഒന്നിങ്ങോട്ട്. ഇവരൊക്കെ എന്തൊരു ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നില്ലേ. എനിക്കറിയില്ല അതെങ്ങനെ ഇവർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പിടിയില്ല കേട്ടോ. ബിക്കോസ് ദിസ് ഈസ് देयर ലൈഫ്. എനിവേ ദീദി धन्यवाद शुक्रिया दीदी. എത്ര യൂട്യൂബേഴ്സ് ആണ് നിൽക്കുന്നത്. ए आपका नाम क्या है? आकाश. आकाश. योर यूट्यूब चैनल का नाम? द हसन शेख. व्हाट इज सर? द हसन शेख. द हसन शेख. ओके. योर यूट्यूब चैनल का नाम? सेम है. अप्पो दे we are YouTube community. Say hi. Hi, बोलो hi. And subscribe my channel and their channel also. ഇത് എൻ്റെ ഹാപ്പിനെസ്. मुंबई का മുംബൈക്ക് ഇഷ്ടം. मुंबई में ഭാവിയിലെ ആക്ടർ. my brother. You like cinema? You need to act in movies? Oh really? I मुंबई का सीन. हाँ okay okay. मुंबई में मुंबई में ഇത് थोड़ा बहुत था मुंबई में गया ഇതൊക്കെ ഇത് था वहीं पे रहता वहाँ से सीखने के लिए गया था. ഇത് കണ്ടിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. എന്നെ ഇവർ ചെയ്തിട്ടുള്ള പുഷ്പ പിന്നെ KGF 1, 2 ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു വയ്ക്കുകയാണ്. പുള്ളിയുടെ ആഗ്രഹം സിനിമയിൽ ആക്ട് ചെയ്യുക എന്നൊരു ആഗ്രഹമുണ്ട്.